എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാത ഭക്ഷണമായി വൈകുന്നേരത്തെ ചായക്കൊപ്പം തയ്യാറാക്കിയിരുന്ന ഈ കൊഴുക്കട്ട ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് റാഗി കൊഴുക്കട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായി മാവ് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് റാഗിയും ഉപ്പും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. റാഗിപ്പൊടി തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. പൊടി കുഴച്ചെടുക്കുന്നതിനായി 1.5 കപ്പ് വെട്ടിത്തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് പൊടി നനച്ചെടുക്കണം. ഈ പൊടി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പരമാവധി കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നനവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പൊടി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക, ജീരകം എന്നിവ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏലക്കായും ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി കൊഴുക്കട്ട തയ്യാറാക്കി തുടങ്ങാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് മാവെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഉരുളയുടെ നടുഭാഗം തള്ള വിരൽ കൊണ്ട് ഇതുപോലെ അമർത്തി നടുഭാഗം ഒരു കുഴിയാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൻ്റെ കനം ഒരുപോലെയായി കിട്ടും. മാവിൻ്റെ സൈഡ് ഭാഗം ഒരേ തിക്നെസ്സിൽ ലഭിക്കും. ഈ കുഴിയിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഫില്ലിങ് അമർത്തി കൊടുത്തതിന് ശേഷം 2 വശത്തെയും മാവ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. മാവ് എല്ലാ വശവും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഉരുളകളാക്കി എടുക്കണം. ആദ്യത്തെ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ മറ്റുള്ള കൊഴുക്കട്ടയും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരളവിന് 10 കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത്. തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഓരോന്നായി ഇഡലി പാത്രത്തിലേക്ക് മാറ്റാം. കൊഴുക്കട്ട എല്ലാം പെറുക്കി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് 15 മിനിറ്റോളം ആവിയിൽ ഈ കൊഴുക്കട്ട വേവിച്ചെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.